നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസ്. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും ഒരു കുക്കുംബറുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കണം. ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ജ്യൂസ് ഉണ്ടാക്കി കഴിയുമ്പോൾ മിക്ക ആൾക്കാരും അത് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ആ ഫൈബർ കണ്ടന്റ് കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഈ ജ്യൂസ് അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രെയിൻ ചെയ്യാതെയാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റും കുക്കുംബറും പീൽ ചെയ്തിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ക്യാരറ്റ് ബ്ലെൻഡറിലൊന്ന് അരിഞ്ഞു കിട്ടാൻ പാടായിരിക്കും, അതുകൊണ്ട് തന്നെ അത് ചെറിയ പീസസ് ആയിട്ട് കുറച്ച് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ കുക്കുംബർ സ്ലൈസ് ചെയ്തിട്ട് 4 മുറിക്കുക. ക്യാരറ്റും അതുപോലെ തന്നെ ചെയ്യുക. ക്യാരറ്റ് കുറച്ചും കൂടെ ചെറിയ കഷ്ണങ്ങളായ അതിലും നല്ലത്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വേണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഈ ഡ്രിങ്ക് കുറച്ചും കൂടെ റിഫ്രഷിങ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങ. മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതെല്ലാം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മൊത്തം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരും പിഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ജ്യൂസാണ് താല്പര്യമെങ്കിൽ ഒരു 1/4 കപ്പ് വരെ വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ജ്യൂസ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിൻ ചെയ്യാതെ കുറച്ചധികം ഫൈബർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ജ്യൂസ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഡൈജഷനും ഫേസിന് നല്ലൊരു ഗ്ലോയും കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു. ഇതുപോലെ സിമ്പിൾ റെസിപ്പീസിന് ഫോളോ ചെയ്യും.